വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വന്നതോടെ കോൺഗ്രസ് കൂടുതൽ പ്രതിരോധത്തിലാവുകയാണ്. കത്തുകൾ KPCC പ്രസിഡന്റിനും പ്രതിപക്ഷ നേതാവിനും നൽകിയിട്ടും ഇരുവരും തിരിഞ്ഞു നോക്കിയില്ല എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. സാമ്പത്തിക ബാധ്യത വരുത്തിയത് പാർട്ടിയാണ് എന്ന് കുടുംബം ആവർത്തിച്ചു പറയുകയാണ്. ഉത്തരവാദിത്വം പാർട്ടി ഏറ്റെടുക്കണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു. NM വിജയന്റെ കത്ത് പുറത്തു വന്നതിന് പിന്നാലെ പ്രതിരോധത്തിലായിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. ഈ കത്ത് നേരിട്ട് സംസ്ഥാന നേതാക്കൾക്ക് കൈമാറിയിട്ടും അനുകൂല നടപടി ഉണ്ടായില്ലെന്ന് കുടുംബം ആരോപിക്കുന്നു. NM വിജയൻ ജീവിച്ചിരിക്കുന്ന കാലത്തും മരിച്ച ശേഷവും പാർട്ടിയിൽ നിന്ന് നീതിയില്ലെന്നും കുടുംബം ആക്ഷേപം ഉന്നയിക്കുന്നു. NM വിജയൻ എഴുതിയ കത്തുകൾ K സുധാകരനും VD സതീശനും നേരിട്ടാണ് കൈമാറിയതെന്ന് മകൻ വിജേഷ്. K സുധാകരൻ നമുക്ക് നോക്കാമെന്ന് മറുപടി നൽകി. VD സതീശനിൽ നിന്ന് ലഭിച്ച പ്രതികരണം നല്ല നിലയിൽ ആയിരുന്നില്ല. എനിക്കറിയില്ല, എൻ്റെ മുമ്പ് നിന്നാണ് വായിച്ചത്. അവർക്ക് എന്ത് വേണം പറയാലോ, നമുക്കൊന്നും പറയാനില്ല. പിന്നെ ഈ ഇത്രയൊരു മരണം ഉണ്ടായിട്ട് പോലും ഒരു കുടുംബവുമായി ബന്ധപ്പെട്ടോ ഒരു ഇതും സമ്പർക്കം പോലും നടത്താൻ പറ്റാത്തവരാണ് ഇവരെങ്കിൽ പിന്നെ ഇതിലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു കോൺഗ്രസ് നേതാവും മരണശേഷം തിരിഞ്ഞു നോക്കിയില്ല. പിതാവിന്റെയും സഹോദരന്റെയും ആത്മഹത്യ കുടുംബ പ്രശ്നമാക്കാൻ ശ്രമം നടന്നുവെന്നും മകൻ ആരോപിക്കുന്നു. അടുത്ത ബന്ധുക്കളെ പോലും നേതാക്കൾ തെറ്റിദ്ധരിപ്പിച്ചുവെന്ന് വിജയന്റെ മരുമകൾ പത്മജ. കംപ്ലൈന്റ് ഇങ്ങനെ ഒരു ആരോപണം ഉണ്ട് ബന്ധുക്കളുടെ ഭാഗത്തു നിന്നുള്ള രീതിക്ക് കൊടുത്ത സമയത്ത് ആ ബന്ധു തന്നെയാണ് പറഞ്ഞത് നമ്മളെടുത്ത് ഇങ്ങനെ പറ്റിപ്പോയതാണ്, അവര് വഴിതിരിച്ചു വിടാൻ പറഞ്ഞു. പക്ഷെ അച്ഛൻ്റെ ഇത്രയും ബാധ്യത അവർക്കും അറിയുണ്ടായിരുന്നില്ല എന്നാണ്. ഞങ്ങൾക്കറിയില്ലല്ലോ, പിന്നെ ബന്ധുക്കൾക്കും. കത്തിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ പാർട്ടി തന്നെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിൽ ഹസ്ബൻഡിന് എഴുതിയ കത്തിൽ പ്രത്യേകം അച്ഛൻ്റെ സ്വന്തം പേഴ്സണൽ കടം അച്ഛൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ആരോപണങ്ങളിൽ പാർട്ടി അന്വേഷണം നടക്കുകയാണെന്നായിരുന്നു VD സതീശന്റെ പ്രതികരണം. NM വിജയന്റെ കത്ത് കിട്ടിയില്ലെന്ന് താൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. NM വിജയന്റെ കുടുംബം ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ സംസാരിച്ചുവെന്നും VD സതീശൻ ആരോപിക്കുന്നു. അത് പാർട്ടി അന്വേഷിക്കുകയാണ്. എൻ്റെ അടുത്ത് ഒരു 2 ദിവസം മുമ്പാണ് ഈ ഒരു കത്ത് കൊണ്ടുവന്ന് തന്നത്. ഞാൻ അവരോട് വിശദമായിട്ട് അത് ചോദിച്ചറിഞ്ഞു. എനിക്ക് അവ്യക്തതയുള്ള ചില ഭാഗം ഞാൻ അവരോട് പറഞ്ഞു, അവ്യക്തതയുണ്ട്, അതെന്താണെന്ന് ചോദിച്ചു. വിശദമായി അവരുമായിട്ട് ചോദിച്ചറിഞ്ഞു. ഞാൻ ആ കത്ത് കിട്ടിയിട്ടില്ല എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് അതിനോട് പ്രതികരിക്കുന്നത്. ഞാനൊരു മോശമായിട്ടും പെരുമാറിയില്ല. ഞാൻ അവരോട് അവർ പറഞ്ഞത് ക്ലാരിറ്റി ഇല്ല എന്ന് ഞാൻ പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞത് ശരിയാണ്. നിങ്ങൾ ആ കത്ത് വായിച്ചു നോക്ക്. ആ കത്തിലെ ചില ഭാഗങ്ങൾ നമുക്ക് മനസ്സിലാകുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാവില്ല. പിന്നെ അവരെന്നോട് BJPക്കാർ പണം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, CPMകാർ പണം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊരു രീതിയിൽ സംസാരിച്ചു. അപ്പോൾ ഒരു ഭീഷണിയുടെ രൂപത്തിൽ അവരെന്നോട് സംസാരിച്ചു. VD സതീശന്റെ ആക്ഷേപങ്ങളെ തള്ളുകയാണ് വിജയന്റെ മകൻ വിജേഷ്. ഞാൻ എൻ്റെ അച്ഛൻ്റെ ഒരു ഇതിൻ്റെ പുറത്താണ് ഞാൻ അവരെ കാണാൻ പോകുന്നത് തന്നെ. അല്ലെങ്കിൽ എനിക്കൊരു പോസ്റ്റൽ കാർഡ് അയച്ചാൽ മതിയായിരുന്നു. ഞാനത് കുറച്ചും കൂടെ ഇതായി ആവുമല്ലോ എന്ന് വെച്ചിട്ടാണ് നേരിട്ട് പോയി കൊടുക്കേണ്ട ഒരു ഇത് വന്നത്. അപ്പോൾ എനിക്കൊരു ഭീഷണിപ്പെടുത്താനുള്ള ഇതുണ്ട് എനിക്കറിയില്ല. ഞാൻ അങ്ങനത്തെ ഒരു ഭീഷണി ഞാൻ പെടുത്തിയിട്ടുമില്ല. അങ്ങനെ ഭീഷണിപ്പെടുത്തിയാൽ ഇവർ എന്താവും, ആ ഒരു പേടി ഇവർക്കുണ്ടോയെന്ന് എനിക്കറിയില്ല. ഒരു പാർട്ടി നേതാവ് പറയേണ്ട രീതിയിലല്ല എന്നോട് പറഞ്ഞത്. ആ പാർട്ടിയിലുള്ള ആളാണ് ഈ ഒരു ഇതിൽ ബലിയാടായത്. എനിക്ക് ഈ രാഷ്ട്രീയം മാത്രമല്ല ഇത് പ്രശ്നം, എൻ്റെ ഒരു ജീവനാണ്, 2 ജീവനാണ് പൊരിഞ്ഞത്. അതിൻ്റെ കാരണങ്ങളും പലതും ഇപ്പം പറയുന്നുണ്ട്. ഒരു അന്വേഷണം നടക്കട്ടെ. നീതി ഒന്നും കിട്ടിയിട്ടില്ല. ഇത്രയും സംഭവങ്ങൾ ഉണ്ടായതിനു ശേഷം ഒരു പ്രാവശ്യം പോലും വിളിച്ച് സംസാരിക്കാൻ പറ്റാത്തത് വലിയ നീതികേട് തന്നെയാണ്. മീനങ്ങാടി ഓഫീസിൽ വിജിലൻസ് സംഘം വിജേഷിന്റെ മൊഴി രേഖപ്പെടുത്തി. ആത്മഹത്യാക്കുറിപ്പിൽ പേരുള്ളവരെ ചോദ്യം ചെയ്യാനാണ് പോലീസ് സംഘം നീക്കം നടത്തുന്നത്. DCC നേതൃതലത്തിൽ ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ മരിച്ചിട്ടും പാർട്ടി അനീതി തുടരുന്നുവെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. അദ്ദേഹത്തിന്റെ മരണക്കുറിപ്പിനോട് പോലും പാർട്ടി നീതി പുലർത്തുന്നില്ലെന്നും കുടുംബം ആരോപിക്കുന്നു. കോൺഗ്രസ് നേതാക്കളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് CPIM പ്രക്ഷോഭം ശക്തമാക്കുകയാണ്. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ.